ഈ വീട്ടിലത്തെ ഞങ്ങള് ഇതിന്റെ ബാക്കിലത്തെ വീട് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടം, കേറാൻ പറ്റില്ലാത്ത പോലത്തെ ഇതാണ്. മൊത്തം ഗ്ലാസ്സൊക്കെ എല്ലാം പൊട്ടിക്കിടന്നു, ഡോറെല്ലാം തെറിച്ചു പോയി. എല്ലാം ഒന്നിനും കയറി കിടക്കാൻ പറ്റില്ല. മുകളില് കുടിവെള്ളം പോലും ഇതായിപ്പോയി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ എവിടെ താമസിച്ചേ? ഇന്നലെ പുഷ്പാതിലോട്ട് ക്യാമ്പിൽ. നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ടത് എത്ര രൂപ കിട്ടാനുണ്ടാവും അതൊക്കെ പറഞ്ഞു? എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഇതായുള്ള കുറേ ആൾക്കാർ ചാനലുകാർ വന്ന് ഫോട്ടോ എടുത്ത് ഇതൊക്കെ ആയിട്ട് പോകണം. ഒന്നും ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ റവന്യൂ അധികൃതരൊക്കെ വന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? റവന്യൂ ഒക്കെ ഇത് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി വില്ലേജ് കൊടുക്കാനാണ് പറഞ്ഞായിരുന്നു. സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം നിലയിൽ വീടൊക്കെ നവീകരിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ്, പുള്ളിക്ക് സുഖമില്ലാത്തതാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. വേറെ ആൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ഒരു ലെവലിലും ഇല്ല. ഗവൺമെന്റിൽ നിന്നും മറ്റുള്ള ഇതിൽ നിന്നും സഹായം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റൂ. ഒരു ഇതുമില്ല. ഈ അപകടം നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു? കാരണം തൊട്ടടുത്ത വീടാണല്ലോ ഇത്. ഇവരുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും പുറത്തിറങ്ങിക്കുന്ന സമയത്താണ് അപകടം ഉണ്ടായത്. ഇവിടെ ഇത് എൻ്റെ ആങ്ങളയുടെ വീടാണ്. ഇവിടെ അമ്മയും ആങ്ങളെ ഒരു മോനും ഉണ്ടായിരുന്നു. ഒരിതില്ല. ഷീറ്റൊക്കെ മുകളിൽ നിന്നും പറന്നെല്ലാം തൂങ്ങിക്കിടക്കും. അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. ഒന്നും കയറരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇവരുടെ വീട് ഇത്ര ഇതായതുകൊണ്ട് മൊത്തം ചരിഞ്ഞ് ഞങ്ങളുടെയൊക്കെ അങ്ങോട്ടേക്ക് ചരിഞ്ഞ് ഇതായേക്കുക ചേക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് ഇവിടുന്ന് ബസ് ഇറങ്ങിയിൽ നടന്നു പോലെയായിരുന്നു. കുടയൊക്കെ പിടിച്ച് നടന്നു പോലെയായിരുന്നു. ഈ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ 2 പേര് മുമ്പിൽ കൂടെ പുറത്തേക്ക് ഓടിപ്പോയി. അപ്പം തന്നെ പൊട്ടുകയും ചെയ്തു. അമ്മ തെറിച്ച് വീണ് ചെവിയൊക്കെ പൊട്ടി, സാരിയും ഒക്കെ കത്തുപിടിച്ച് പൊള്ളി. ഇപ്പൊ ഈ വീട്ടിലെ കയറി. അപ്പൊ എന്താ ഇവിടെ അറിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ചെവി 2 ഡ്രം പൊട്ടി. ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് വന്നു.